കാസർഗോഡ് DCC ഓഫീസിൽ കോൺഗ്രസ് നേതാക്കൾ തമ്മിലടിച്ചു. ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട യോഗത്തിലാണ് കയ്യാങ്കളി. DCC പ്രസിഡന്റിനെതിരെ ഗുരുതര ആരോപണവുമായി നേതാക്കൾ രംഗത്തെത്തി. കാസർഗോഡ് DCC പ്രസിഡന്റിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചുകൊണ്ട് നേതാക്കൾ തമ്മിൽ കൂട്ടയടി. ഈ വിഷയത്തിനകത്ത് സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയവർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് KPCC നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് KV ബൈജു വിശദാംശങ്ങളുമായി ചേരുന്നു. ബൈജു, നേരത്തെ തന്നെ കാസർഗോഡ് DCCയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ പുറത്തേക്ക് വരുന്നത് ഇതാദ്യമായിട്ടല്ല. ഇത് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ നേരിട്ട് ഒരു കയ്യാങ്കളിയിലേക്കും കൂട്ടത്തലിലേക്കും കാര്യങ്ങൾ പോകുക. ഏത് തരത്തിലാണ് KPCC നേതൃത്വം താക്കീത് നൽകിയിരിക്കുന്നത്? അന്വേഷണമുണ്ടോ? നടപടിയിലേക്ക് കടക്കുന്നുണ്ടോ? തീർച്ചയായും അപർണ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സീറ്റ് വിഭജനം എല്ലാ പാർട്ടികളും പൂർത്തിയാക്കി നാമനിർദ്ദേശ പത്രികയൊക്കെ കൊടുക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ തന്നെ തമ്മിൽ തല്ലുണ്ടാകുന്നത്. അതും DCC വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് കടക്കുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. അതായത് ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ 10ാം വാർഡിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് ഇതിനെല്ലാം തുടക്കം. അങ്ങനെ ആ തർക്കത്തെ തുടർന്ന് ഇന്നൊരു യോഗം വിളിച്ചിരുന്നു. അതായത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലിജു ഉൾപ്പെടെ ഓഫീസിനകത്ത് ഇരിക്കുമ്പോഴാണ് നേതാക്കളുടെ ഈ തമ്മിൽ തല്ല്. ആ ദൃശ്യങ്ങൾ പകർത്തിയതും അവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ്. ആ കോൺഗ്രസ് പ്രവർത്തകർ ദൃശ്യങ്ങൾ പകർത്തി പുറത്തുവിടുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ കാര്യത്തിൽ പ്രധാനമായും പറയുന്നത് ഈ ജെയിംസ് പന്തമാക്കൻ എന്ന് പറയുന്ന DCC വൈസ് പ്രസിഡന്റ്, അതായത് കഴിഞ്ഞ കുറെ നാളുകളായി ഈ ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ പ്രസിഡന്റായിരുന്നു അദ്ദേഹത്തെ മത്സരിപ്പിക്കണമെന്ന് ഒരു വിഭാഗം പറയുകയും അതല്ല ഈ നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റായ ജെയിംസിനെ മത്സരിപ്പിക്കണമെന്ന് ഒരു വിഭാഗം പറയുകയും ചെയ്യുന്നു. അങ്ങനെ വലിയ തോതിലുള്ള ഒരു തർക്കമായി ഈ അഡ്വക്കേറ്റ് ജെയിംസ് മുത്തോലിയുടെ പോസ്റ്ററുകളൊക്കെ ഈ ചിറ്റാരിക്കാൽ ഭാഗത്തുകളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇയാൾ സ്ഥാനാർത്ഥി എന്ന തരത്തിൽ. അങ്ങനെ ഒരു തർക്കം നിലനിൽക്കെയാണ് ഇത് പരിഹരിക്കാൻ വേണ്ടി ഇന്ന് യോഗം വിളിച്ചു ചേർക്കുന്നതും
പിന്നീട് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത് രണ്ടുപേരും മത്സരിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്കാണ് എത്തിയത്. ഇത് വലിയ തോതിലുള്ള പ്രതിഷേധത്തിൽ ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ ഉടലെടുക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ പ്രശ്നം ഇവിടെ അവസാനിച്ചിട്ടില്ല. ഈ തമ്മിൽ തല്ലുണ്ടായതിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് എം ലിജു ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് ഈ തമ്മിൽ തല്ല് ഉണ്ടായതെന്നാണ് അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിന്റെ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നാമനിർദ്ദേശ പത്രികയൊക്കെ നൽകി അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു വേളയിലാണ് കോൺഗ്രസിൽ വലിയ തോതിലുള്ള ഒരു പൊട്ടിത്തെറി ഇത്തരത്തിലുണ്ടാവുന്നതും തമ്മിൽ തല്ലിലേക്ക് കലാശിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാൽ ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടക്കും. അച്ചടക്ക നടപടി ഈ കുറ്റക്കാർക്കെതിരെ ഉണ്ടാകുമെന്ന് എം ലിജു വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോഴും നേതാക്കൾ ഓഫീസിനകത്ത് തന്നെയുണ്ട്. മാധ്യമപ്രവർത്തകരെ ഈ സമയത്ത് ഇതിനകത്ത് കയറ്റിയിരുന്നില്ല. അത്രത്തോളം വലിയ തോതിലുള്ള വാഗ്വാദങ്ങളൊക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ടായിരുന്നു. മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ജില്ലാ പ്രസിഡന്റ് പി കെ ഫൈസലിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ യോഗം ചേർന്നത്. പി കെ ഫൈസലിനെതിരെയും ഗുരുതര ആരോപണം ഈ പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. 5 ലക്ഷം രൂപയോളം പണം വാങ്ങി ഇത്തരത്തിൽ ജോസഫ് മുത്തോലിയെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും ഒഴിവാക്കിയെന്ന ഒരു ആരോപണമൊക്കെ നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ട്. നേരത്തെയൊക്കെ വലിയ വിവാദമായ ഒരു പഞ്ചായത്താണ് ഈസ്റ്റ് എളേരി. ഇവിടെ കോൺഗ്രസിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് ഇത്തരത്തിൽ ജെയിംസ് പന്തമാക്കാൻ പുതിയൊരു പാർട്ടി ഉണ്ടാക്കി മത്സരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റാവുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പരിഹരിച്ച് രാജ്മോഹൻ ഉണ്ണിത്താന്റെ നേതൃത്വത്തിൽ പരിഹരിച്ച് ഇയാളെ കോൺഗ്രസിൽ ഉൾപ്പെടുത്തി വൈസ് പ്രസിഡന്റ് സ്ഥാനവും നൽകിയ ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും ഈ തമ്മിൽ തല്ലിന്റെ ദൃശ്യം വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടുണ്ടാകുന്ന സംഭവമാണ്. തെരഞ്ഞെടുപ്പിന് ഒരുപക്ഷെ അത് CPM ഉൾപ്പെടെ ഇത് പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു ആയുധമായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഈ പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ല. അച്ചടക്ക നടപടി ഉണ്ടാകും എന്ന് പറയുമ്പോഴും അത് മുതിർന്ന നേതാക്കൾക്കെതിരെ, അതായത് DCC വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ട ഒരു കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. KV ബൈജു വിവരങ്ങൾ.